നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ബോംബുകളുടെ ശബ്ദം ഉയരുമ്പോൾ മനുഷ്യാവകാശങ്ങളുടെ നിലവിളികൾ ലോകത്തിന്റെ മനസാക്ഷിയെ കുത്തിനോവിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ തിരിച്ചടി. ഇസ്രയേൽ ഇറാനെയും ലെബനനെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ യൂറോപ്പിൽ നിന്നാണ് കടുത്ത സന്ദേശം ഉയർന്നത്. ഇറ്റലി, ഇസ്രയേലിന്റെ പഴയ കൂട്ടാളികളിൽ ഒരാൾ, ഇപ്പോൾ തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇസ്രയേലുമായുള്ള എല്ലാ പ്രതിരോധ കരാറുകളിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് ഇറ്റലിയുടെ തീരുമാനമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലുമായി സൈനിക സഹകരണ കരാറുകളും പിന്തുണയും ഇറ്റലി മരവിപ്പിച്ചതായി ജോർജിയ മെലോണിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു എന്ന് വെറോണയിൽ നടന്ന പരിപാടിയിൽ മെലോണ പറഞ്ഞതായി ഇറ്റാലിയൻ വാർത്താ ഏജൻസികളായ ANSA, AGA എന്നിവർ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ഇറ്റാലിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് AFP നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതിരോധ കരാർ തുടരുന്നത് രാഷ്ട്രീയപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നായിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 2006 ഇസ്രയേൽ അംഗീകരിച്ച കരാർ ഓരോ 5 വർഷവും പുനഃപരിശോധിക്കാറുണ്ട്. ഇത്തവണ അത് പുതുക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇറ്റലി. സൈനിക ഉപകരണങ്ങൾ, പരിശീലനം, വിവരസാങ്കേതിക വിദ്യ, ഗവേഷണം, വികസനം തുടങ്ങിയവയാണ് കരാറിലെ പ്രധാന ഭാഗം. ഇറാന് പിന്നാലെ ലെബനനിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. ലെബനനിലെ ഇറ്റാലിയൻ ഐക്യരാഷ്ട്രസഭ സമാധാന സേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിന് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വാരസ്യവും ഉടലെടുത്തു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ കരാറിൽ നിന്ന് ഇറ്റലി പിന്മാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതൊരു സാധാരണ നയതന്ത്ര തീരുമാനം മാത്രമല്ല, ഇതൊരു ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. യുദ്ധത്തിന്റെ പേരിൽ നടത്തുന്ന അതിക്രമങ്ങൾ ഇനി സഹിക്കാനാവില്ല എന്ന് ലോകം തുറന്നു പറയുന്ന നിമിഷം. ഗാസയിലും ലെബനനിലും നടക്കുന്ന വ്യോമാക്രമണങ്ങൾ, പൗരന്മാരുടെ ജീവനുകൾ തകർത്ത് മുന്നേറുന്ന യുദ്ധ നയങ്ങൾ, ഇവയ്ക്കെതിരെ യൂറോപ്പിന്റെ സഹനശേഷി അവസാനിക്കുകയാണ് എന്നതിന്റെ തെളിവാണ് ഈ തീരുമാനം. ഇസ്രയേൽ ഇതുവരെ സ്വയം രക്ഷ എന്ന മറവിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇപ്പോൾ ആഗോളതലത്തിൽ വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആക്രമണങ്ങൾ തുടരുമ്പോൾ ഇത് പ്രതിരോധമല്ല, അത് വ്യാപകമായ അധിനിവേശ നയത്തിന്റെ ഭാഗമാണോ എന്ന സംശയം ശക്തമാവുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറ്റലിയുടെ ഈ നീക്കം ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു വലിയ തുടക്കമാകാൻ സാധ്യതയുള്ളത്. പ്രധാനമായും ഇത് യൂറോപ്യൻ യൂണിയനിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. മറ്റു രാജ്യങ്ങളും ഇറ്റലിയെ പിന്തുടർന്നാൽ ഇസ്രയേലിന് ലഭിച്ചിരുന്ന സൈനിക രാഷ്ട്രീയ പിന്തുണയിൽ വലിയ വിള്ളലുണ്ടാകും. അതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറാനിടയുണ്ട്. ചോദ്യം ഇപ്പോൾ ഇതാണ്: ഇസ്രയേൽ ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കുമോ, അതോ ലോകത്തിന്റെ പ്രതിഷേധങ്ങൾ അവഗണിച്ച് അതേ വഴിയിൽ തന്നെ മുന്നേറുമോ? കാരണം ചരിത്രം തെളിയിച്ചിട്ടുണ്ട്, ശക്തിയുടെ പേരിൽ നടത്തുന്ന യുദ്ധങ്ങൾ ഒരിക്കലും ശാശ്വത വിജയം നൽകാറില്ല എന്ന്. മനുഷ്യാവകാശങ്ങളെ അവഗണിക്കുന്ന ഏത് ശക്തിയും എത്ര ശക്തമായാലും ഒരു ദിവസം ലോകത്തിന്റെ മുന്നിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ഇറ്റലിയുടെ ഈ തീരുമാനത്തോടെ ആ ദിവസത്തേക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.